ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പത്രിക നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു. നാളെ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാനിരിക്കെ പ്രധാന മുന്നണികൾക്കായി 25 പേരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃശൂരിൽ VS സുനിൽകുമാറും, കോഴിക്കോട് എളമരം കരീം, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, വടകര KK ശൈലജ, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ, ആറ്റിങ്ങലിൽ V ജോയ്, കാസർഗോഡ് MV ബാലകൃഷ്ണൻ, കണ്ണൂരിൽ MV ജയരാജൻ, എറണാകുളത്ത് KJ ഷൈൻ, മാവേലിക്കര KS അരുൺകുമാർ എന്നിവരാണ് LDF സ്ഥാനാർത്ഥികളായി ഇന്ന് പത്രിക നൽകിയത്. പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഖബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ പത്രികാ സമർപ്പണത്തിനെത്തിയത്. UDF സ്ഥാനാർത്ഥികളായി തിരുവനന്തപുരത്ത് ശശി തരൂർ, കണ്ണൂരിൽ K സുധാകരൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ചാലക്കുടിയിൽ ബെന്നി ബഹന്നാൻ, മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി എന്നിവരും പത്രിക സമർപ്പിച്ചു. K സുധാകരൻ എന്ന ഞാൻ ലോകസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, കോഴിക്കോട് MT രമേശ്, കണ്ണൂരിൽ C രഘുനാഥ്, കൊല്ലത്ത് G കൃഷ്ണകുമാർ എന്നിവരാണ് NDA സ്ഥാനാർത്ഥികളായി ഇന്ന് പത്രിക നൽകിയത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്ന് ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.